ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്ന, ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് ബീഫ് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, 2 കിലോത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബീഫ് പള്ളിക്കറി ഞാൻ കുറേ തവണ ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഷമീസോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. അത് ഹിറ്റായതോടുകൂടി ഞാൻ ഒരുപാട് തവണ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബീഫും അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ പാകത്തിനിട്ട് അതൊന്ന് 2 മിനിറ്റ് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ബീഫ് പാകത്തിന് വേവിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്കൊരു പൊടി ആവശ്യമുണ്ട്, ഒരു ഗരം മസാല പോലത്തെ ഒരു പൗഡർ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുഴുവൻ മല്ലി, കുരുമുളക്, പെരിഞ്ജീരകം, കൊല്ലമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ചത് വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വേപ്പിലേക്ക് ഇട്ട് ഈ പൊടിച്ച മസാലയും എന്നിട്ട് നമുക്ക് വേവിച്ച ബീഫൊക്കെ ഇട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ബീഫ് പള്ളിക്കറി റെഡിയായി. ബീഫ് ഉണ്ടാക്കി വന്നപ്പോൾ അത്യാവശ്യം നെയ്യ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് യൂട്യൂബിൽ കണ്ടതാണ്. നമ്മുടെ ഒരു പാത്രത്തിൽ ഐസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കറിയുടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ അടിയിൽ നമുക്ക് ആ ഒരു നെയ്യ് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഫുള്ളായിട്ടല്ലെങ്കിലും കുറേശ്ശെയായിട്ട് എടുക്കുക, കുറച്ച് സമയം എടുക്കുമെങ്കിലും കുറച്ചൊക്കെ നെയ്യ് അതിൽ നിന്ന് പോയി കിട്ടും കേട്ടോ. അതേപോലെ ഓയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ടുണ്ട്, കറിയിൽ വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതേപോലെ ഐസ് പാത്രത്തിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതിലേക്ക് മുക്കി വെച്ച് കൊടുത്താലും അതിലേക്ക് കറക്റ്റായിട്ട് ആ ഒരു നെയ്യ് ഒട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് നമുക്കത് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അന്നേ ദിവസം തന്നെ രാത്രി ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതാണ്. ഞങ്ങളൊരു 6-7 പേരുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇക്കാട് കൂടെ വന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതേര ഫിഷ് മാർക്കറ്റിൻ്റെ അകത്ത് ബാക്ക് സൈഡിലായിട്ട് കുറേ ഷോപ്പുകളുണ്ട് ഫിഷിൻ്റെ. അപ്പോൾ സീ ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതേപോലെ നമ്മൾ പറയുന്ന മസാലയിൽ ഉണ്ടാക്കി തരും. അറബിക് മസാലയാണോ ഇന്ത്യൻ മസാലയാണോ അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ സെലക്ട് ചെയ്തു. സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ ക്രാബ്, കാളാഞ്ചി, പ്രോൺസ്, ബ്രോസ്റ്റഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ അറബിക് മസാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം, ഒരു ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. കാറ്റ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ദുബായിൽ ഇപ്പോഴത്തെ തണുപ്പും ക്ലൈമറ്റൊക്കെ ഭയങ്കരമാണ്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നമുക്ക് സമാധാനമുണ്ട്, എന്നാൽ കാറ്റ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതേ നമ്മളിത് ചില്ല് ചെയ്തതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതൊരു ടീ ജംഗ്ഷനിൽ നിർത്തിയൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ പയ്യെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു 12 മണിയോടുകൂടി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. എല്ലാവരും വാസൽ വില്ലേജിൽ തന്നെ ഉള്ളവരാണ്. ഇടയ്ക്ക് ഇങ്ങനെ ലേഡീസൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് സത്യം പറഞ്ഞ ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് പിറ്റേ ദിവസം രാവിലെയാണ്. പത്തിരിയും ബീഫും ഉള്ളതുകൊണ്ട് രാവിലെ നല്ല മനസ്സമാധാനമാണ് കേട്ടോ. കിച്ചണിലേക്ക് കയറണ്ട. തലേദിവസം ബീഫൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിനൊരു ആലോചന വേണ്ട. അപ്പോൾ ഇക്കതേ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ പത്തിരി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തു. തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ടായിരുന്നു. ബീഫ് അടിപൊളിയായിരുന്നു കേട്ടോ. പള്ളിക്കറി നമുക്ക് ഇവിടെ ഹിറ്റായൊരു സംഭവമാണ്. ഹംദാനും ഹാറൂനൊക്കെ മദ്രസയിലേക്ക് പോയിട്ടുണ്ടായി രാവിലെ തന്നെ. ഹാസിമിനെ നേരത്തെ പ്ലേ സ്കൂളിലേക്കും വിട്ടിട്ടുണ്ടായിരുന്നു. അവന് സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും പ്ലേ സ്കൂളുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ചെറിയൊരു മൂവി നൈറ്റ് പ്ലാൻ ചെയ്തതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പുറത്തായിരുന്നു കേട്ടോ ഗ്രില്ലിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു മൂവി നൈറ്റൊക്കെ പ്ലാൻ ചെയ്ത് അവർക്ക് റൂമിൽ തന്നെ ആയിട്ട് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആരോമലയെന്നും പറഞ്ഞിട്ടൊരു തമിഴ് മൂവിയാണ്.
കൂടുതലും സിനിമ ഏതാണെന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സമയം പോയത്. ഒരുപാട് ആലോചിച്ചു, അവസാനം ഈ ഒരു സിനിമ സെലക്ട് ചെയ്തു. നല്ലൊരു പടമായിരുന്നു കേട്ടോ. ഞാനത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും നിന്നില്ല, അതിനു മുമ്പ് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവരുടെ എല്ലാവരുടെയും മക്കളുണ്ടായിരുന്നു വീട്ടിൽ. പിള്ളേരൊക്കെ ഇക്കാടെ കൂടെ തന്നെ വീട്ടിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പോയി വന്നത്. ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാണ് കേട്ടോ ചെയ്തത്. ഓരോരുത്തരും കുറച്ച് ഫുഡുകൾ, ഞാൻ പത്തിരിയും ബീഫും കൊണ്ടുപോയി. അതേപോലെ അവൾ അവിടെ ഗീ റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കറികളൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. ഇത് പിറ്റേ ദിവസം സൺഡേ ഏർലി മോർണിംഗ് ആണ്. രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞങ്ങളിത് സൈക്കിൾ ഓട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആസിമിനെയും കുത്തി പൊക്കിയിട്ടുണ്ട്. ആൾ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീക്കാനൊന്നും അങ്ങനെ അത്ര വലിയ മടിയോ കരച്ചിലോ വാശിയോ ഒന്നുമില്ല. നമ്മൾ 1-2 തവണ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയത് അൽ ഖവനേജ് ലാസ്റ്റ് എക്സിറ്റിലായിരുന്നു. ഇത് അൽ ഖുദ്രയിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും പ്രൊഫഷണലായിട്ട് സൈക്ലിങ്ങിനൊക്കെ വരുന്ന ആളുകളാണ് കേട്ടോ. അതിൽ ഭൂരിഭാഗവും 99% ആളുകളും യൂറോപ്യൻസാണ്. അപ്പോൾ അവർ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പം നമ്മളൊരു റിലാക്സിങ്ങിന് വേണ്ടിയിട്ടോ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടോ സൈക്ലിങ്ങിന് പോകാനായിട്ട് ഇവിടെ പറ്റില്ല. അത്യാവശ്യം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർ ബാക്കിൽ വന്നിട്ട് നമുക്കിവിടെ ബെല്ലടി കാര്യങ്ങളൊന്നുമില്ല, അവർ പാസിംഗ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പുറകിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായി. കാരണം ഒരു 30 കിലോമീറ്ററോളം നമ്മൾ പോയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൈക്ലിങ്ങൊക്കെ കഴിഞ്ഞ് വണ്ടി ഒന്ന് സർവീസ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈക്കിൾ അവിടെ സർവീസ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ബെറിയുടെ ഒരു ഷെയ്ക്കും അതേപോലെ സാൽമണും എഗ്ഗൊക്കെ വെച്ചിട്ട് നല്ലൊരു സാൻഡ്വിച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊരു 10 മണിയോടുകൂടി ഇതേ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ചില വീക്കെൻഡുകൾ ഭയങ്കര ബിസി ആയിരിക്കും, ചില വീക്കെൻഡുകൾ നല്ല റിലാക്സിങ് ആയിരിക്കും. അങ്ങനൊരു വീക്കെൻഡാണ് കേട്ടോ കഴിഞ്ഞു പോയത്. ഇനി അങ്ങോട്ടേക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ജഗബോഗയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീക്കെൻഡിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.